ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആവേശത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മറ്റൊരു ഓണക്കാലം കൂടി വരവായി. കൗമുദി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ. ഈ ഓണത്തിന് ചിരിയും കളിയും തമാശയും മാശയും മത്സരബുദ്ധിയുമൊക്കെയായി ഞങ്ങളുടെ ടീം ഒരു പുതിയ ഗെയിം ഷോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. വന്നോണം, നിന്നോണം, പൊളിച്ചോണം. ഈ ഗെയിം ഷോയിൽ പൊട്ടിച്ചിരിയുടെയും ആവേശത്തിൻ്റെയും പൂരത്തിന് തിരികൊളുത്താൻ ആദ്യം വരുന്ന ടീം ഏതാണ്? കൗമുദി ടിവിയുടെ ഹിറ്റ് പ്രോഗ്രാമായ അളിയൻസ് എന്ന പ്രോഗ്രാമിന്റെ ടീമാണ്. പ്ലീസ് വെൽക്കം അളിയൻസ്. അനീഷേട്ടൻ കയറട്ടെ. എന്തുപറ്റി? അനീഷേട്ടൻ ഇന്റർവ്യൂ ആദ്യമേ. അനീഷേട്ടൻ ആദ്യം ഇന്റർവ്യൂ ചെയ്യട്ടെ. വേണ്ട, ചേച്ചി വന്നല്ലോ. അനീഷേട്ടൻ അങ്ങനല്ലേ പ്ലാൻ ചെയ്തു? ചേച്ചി കയറിയല്ലോ. ചേച്ചി കയറിയിട്ട് ഇനി അനീഷേട്ടൻ വരും. അനീഷേട്ടൻ എൻട്രി ചെയ്തു, മഞ്ജു വരുന്നു, അത് കഴിഞ്ഞ് സൗമ്യ വരുന്നു, ഞാൻ വരുന്നു. അവിടെ വെച്ച് പ്ലാൻ ചെയ്തത് നമ്മള്. ആണുങ്ങളല്ലേ കയറുന്നത്? ഒന്നുകൂടെ എൻട്രി ചെയ്യാം. വേണ്ട, അങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവണത് അത് ഭയങ്കര മോശമാണ്. അനീഷേട്ടൻ നമ്മൾ അവിടെ വെച്ച് എന്താ പ്ലാൻ ചെയ്തത്? ഇതിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അനീഷേട്ടൻ കയറാൻ പ്ലാൻ ചെയ്തെങ്കിൽ അത് നമ്മളോട് ആദ്യം പറയണം. സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേന് പിന്നെ അഭിലാഷ് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഞാനാണ് കുറ്റക്കാരൻ. അഭിലാഷേട്ടൻ അവിടെ ഇരുന്നപ്പോ നമ്മൾ എങ്ങനെ പ്ലാൻ മര്യാദയല്ല, അത്രേ ഞാൻ പറഞ്ഞോളൂ. സോറി അനീഷേട്ടാ. അല്ല മഞ്ജു, അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ച് എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാൾ ആദ്യം കയറുന്ന വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് പൊള്ളി പോണത്? ലാസ്റ്റ് കയർ കറക്റ്റ് ചെയ്യുന്നേരം പറഞ്ഞത് അനീഷേട്ടൻ എൻട്രി. ഞാൻ കേട്ടില്ല. അനീഷണ സീനിയർ ആർട്ടിസ്റ്റ് അനീഷണ ആദ്യം വരട്ടെ. അങ്ങനെയൊന്നും ഇല്ല നമ്മളുടെ ഇടയിൽ. സീനിയറും ജൂനിയറും ഒന്നും ഇല്ല. ആദ്യം ചേച്ചി കയറും, അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ കയറും, പിന്നെ ഞാൻ കയറും, പിന്നെ അഭിലാഷേട്ടൻ കയറും, എന്നിട്ട് ഇവള് കയറും. അങ്ങനെ ആദ്യമേ അഭിലാഷണ കയറി വിടരുത്. വേണ്ട, ആദ്യം ഇനിയിപ്പോ അങ്ങനെ വേണ്ട, മുത്ത് കയറട്ടെ ആദ്യം. ഇനി അനീഷേട്ടൻ കയറണത് ഉദ്ദേശിച്ചുകൊണ്ട് അനീഷേട്ടനും കുഴപ്പമുണ്ടാവില്ല, ഞാൻ തന്നെ കയറാം. അവന്റെ മനസ്സിന്റെ ആ നന്മ എടുത്ത് വെളിയിടണം. ആദ്യം ഇല്ല, അനീഷേട്ടൻ കയറും. ഞാൻ പറഞ്ഞപ്പോ എല്ലാരും കയറിയ സ്ഥിതിക്ക് ഇനിയിപ്പോ രണ്ടാമതൊരു കയറ്റത്തിന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇടിയും കുത്തൊക്കെ ആയിട്ട് നടക്കും. എന്നാലും ആദ്യം ആരാണ് കയറാൻ പ്ലാൻ ചെയ്തിരുന്നത്? ആദ്യം കയറാൻ ആരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൂടി കയറാം. അപ്പോൾ ബാക്കി 2 ടീമിനോട് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ ഗെയിം ഷോയിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഓണം അളിയൻസ് അടിച്ചു പൊളിക്കണം. ഓക്കെ. അപ്പോൾ ഈ ചിരിയുടെ മത്സരവേദിയിൽ രണ്ടാമതായി മാറ്റുരയ്ക്കാൻ എത്തുന്നത് ടീം ഓ മൈ ഗോഡ്. പ്ലീസ് വെൽക്കം ടീം ഓ മൈ ഗോഡ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൗമുദി ടിവിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ ഓ മൈ ഗോഡിലെ താരങ്ങളാണ് സാബു പ്ലാങ്കവള, പാർവതി, വിനീത, കാവേരി ആൻഡ് രജിത്. അപ്പം നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന 2 കിടിലൻ ടീമുകളാണ്, അറിയാല്ല. അത് രണ്ടും നമ്മുടെ കൗമുദി ടിവിയിലെ താരങ്ങളാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗെയിമിൽ കാണാം. ഓക്കെ. മൂന്നാമതായി ഈ ഗെയിം ഷോയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത് കൗമുദി ടിവിയുടെ 2 ജനപ്രിയ പ്രോഗ്രാമിലെ താരങ്ങളാണ് ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷേ. പ്ലീസ് വെൽക്കം ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷേ. വളരെയധികം ആവേശത്തോടു കൂടി മൂന്നാമത്തെ ടീം എത്തിയിരിക്കുകയാണ് ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷേ. അരുൺ, അന്ന ചാക്കോ, അമൃത, ജയറാം ആൻഡ് മോക്ഷ. മോക്ഷയല്ലേ? ക്ഷമ എന്നാണ് പേര്. ക്ഷമ എന്നോട് ക്ഷമിക്കണം, മോക്ഷ എന്ന് പറഞ്ഞത്. അപ്പോൾ 2 താരങ്ങൾ വന്നു പോയി കഴിഞ്ഞു. 2 ടീമുകൾ. നിങ്ങൾ മൂന്നാമത് ഒന്നാണ് അല്ലേ? ഒന്നും പഴിച്ചാൽ 3-1. അപ്പൊ അടിച്ചു പൊളിക്കുമല്ലോ. ഓക്കെ. അപ്പോ വന്നോണം, നിന്നോണം, പൊളിച്ചോണം. അപ്പൊ വന്നോണം, നിന്നോണം, അപ്പൊ എല്ലാരും വന്നു നിന്നു. ഇപ്പൊ ഇരുന്നു, ഇനി പൊളിക്കണം. റെഡിയല്ലേ?
അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരും ഒരിക്കലും ഉത്തരം പറയാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരിക്കലും നിങ്ങൾ ഉത്തരം പറയാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം. അതല്ല, ഞങ്ങൾ പറഞ്ഞിരിക്കും. പറയുമല്ലോ. എത്ര ചുറ്റുള്ള ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയും. ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ പലയിടത്തും പലപ്പോഴും പറയാറുണ്ട്, നിന്നെക്കാട്ടി കുറെ ഓണം ഞാൻ കൂടുതലുണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഓണം കൂടുതലുണ്ടാരാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഓണം കൂടുതൽ ഉണ്ട വ്യക്തി ആരാണ്? സാബുവിന്റെ കൈക്ക് ചില പ്രശ്നമുണ്ട്. ആരാണ്? ആരായാലും ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആരും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാവല്ല, ഈ ഉണ്ണാൻ പോകുന്നതിനെ കുറിച്ച് ആണല്ലേ? ഏറ്റവും കൂടുതൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ അലിയൻസ് നേടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ആദ്യം ഈ ഒരു ഗെയിമിൽ നിങ്ങൾ തമ്മിൽ ആരാണ് എന്നുള്ളത് ആരായിരിക്കും? പോട്ടെ, വാട്ടവർ ആരായിരിക്കും? അപ്പൊ ഏറ്റവും കുറച്ച് ഓണം ഉണ്ട് ആരായിരിക്കും? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ അലിയൻസ് നേടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ പറയാം, ഏറ്റവും കൂടുതൽ ഓണം ഉണ്ടതും ഏറ്റവും കുറച്ച് ഓണം ഉണ്ടതും അലിയൻസ്. അപ്പൊ തുടക്കം അലിയൻസ് തൂക്കിയിരിക്കുകയാണ്. അതിനകത്തൊരു കാര്യമുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഓണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട്, അല്ലെങ്കിൽ ഒരു 8-9 വർഷമായിട്ട് ഞങ്ങൾ ഓണം ഉണ്ണുന്നതും ഞങ്ങളുടെ എപ്പിസോഡുകൾ ഇങ്ങനെ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ്. അല്ല ഒരു സംശയം, അലിയൻസിന്റെ പരസ്യത്തിനായിട്ട് മാത്രം കൊണ്ടുവന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല. ഓമൈ ഗോഡിൽ ഒരു ദേവസേന ഇരിക്കുന്നു, ഒരു പൽവാൾ ദേവ ഇരിക്കുന്നു. ഈ ബാക്കി 2-3 പേര് ആരൊക്കെയെന്ന് പറഞ്ഞാൽ ആ കോറത് ഈ ശരീരം കണ്ട് ബാഹുബലിയാവാൻ പറ്റൂല. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓണം ഉണ്ട് അലിയൻസ്. അപ്പൊ അലിയൻസിന്റെ ഓണവിശേഷം എന്തായിരുന്നു? കൗമുദി ടിവിയിൽ വന്നതിന് ശേഷമുള്ള ഓണവിശേഷം. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം. അലിയൻസിൽ വന്ന ഓണം ശരിക്കും പറഞ്ഞാൽ ഓണം ഇത്രയും ആളുകൾ, മറ്റേത് നമ്മുടെ വീടുകളിൽ അല്ലേ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കാരുടെ കൂടെയല്ലേ ആഘോഷിക്കണം. ഇത് വേറൊരു നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു കൾച്ചർ. ഞങ്ങൾ ആദ്യം സദ്യ ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങനെ അത്ര കൃത്യമായിട്ട് ഇന്ന കറി അങ്ങനെ ഒന്നുമില്ല. ഇത് ഭക്ഷണം വിളമ്പി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കണ്ണുവിട്ട് കാണിച്ച് വിളമ്പി വന്ന് ചേട്ടൻ വഴക്ക് പറഞ്ഞു. നമ്മളെപ്പോഴും വഴക്ക് പറയുന്നത് മുരളിയണ്ണനാ. അത് ഇത് വരും, അതാ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട്. അപ്പൊ ആ ഒരു കൾച്ചറൊക്കെ പഠിച്ചത് ഇവിടെ അലിയൻസിൽ വന്നതിന് ശേഷമാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെ അത് മുടക്കില്ല. ഏറ്റവും ആദ്യത്തെ ഓണം ഞങ്ങൾക്ക് അലിയൻസിന്റെ കൂടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സദ്യയിൽ നോൺ വെജ് വിളമ്പുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് അങ്ങോട്ട് മലബാർ ഏരിയസിലാണ്. നോൺ വെജ് ഉണ്ടോ? വെജ് അല്ലേ ഉള്ളൂ. അപ്പൊ മലബാറിലുള്ള ആരും ഇല്ലല്ലേ? ഇല്ല, ആരുമില്ല. ഓക്കെ, അപ്പൊ അടുത്തത് ഈ സദ്യ എന്ന് പറയുമ്പോൾ അഭിലാഷിന് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? അഭിലാഷ്, അത് മാത്രമേ പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തുണി കൊണ്ടുവരുന്ന അണ്ണാച്ചിയുടെ രൂപമാണ്. തുണി കൊണ്ടുവന്ന കാര്യം തുണി ഓണത്തിന് മുമ്പേ ഓണക്കോടി എല്ലാം കൊണ്ടുവന്നിട്ട് ഉത്രാടത്തിന് തലേന്ന് പുള്ളി വരും പിരിവിന് വേണ്ടിയിട്ട്. അമ്മയായിട്ട് പൂര വഴക്ക. 4,000 രൂപയുടെ തുണി എടുത്തിട്ട് 250 കൊഞ്ച പൈസ കൂടെ കൊടുക്കമ്മ. അതേപോലെ പിന്നെ തിരുവോണം, ഉത്രാടം തിരുവോണം വീട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ അറിയാലോ പ്രോഗ്രാം പരിപാടികൾ. ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള മിമിക്രി കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ പല ദിവസങ്ങൾ വീട്ടിൽ സദ്യ കഴിക്കാൻ ഉണ്ടാകില്ല. കാര്യം ഞങ്ങൾ പുറത്ത് പ്രോഗ്രാമായിട്ടായിരിക്കും. അപ്പോൾ ഓണത്തിന് നല്ല തിരക്കാണ്. പക്ഷേ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ഓണം അലിയൻസിലാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. പിന്നീടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ 15 ദിവസം ഞാൻ എൻ്റെ വീട്ടിലും 15 ദിവസം ഇപ്പോൾ അലിയൻസ് വീട്ടിലുമാണ്. അപ്പോൾ അലിയൻസിൻ്റെ ഓണം. ഈ ഇടയ്ക്കിടയ്ക്ക് അലിയൻസിന് എക്കോ പറയണത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓ മൈ ഗോഡിന്റെ ഓണം, അതായത് ഏറ്റവും കൂടുതൽ സാബുണ്ണ ആദ്യം ഓണത്തിന് മുമ്പ് സാബുണ്ണ ഓ മൈ ഗോഡ് ഒരുപാട് പ്രാങ്ക് ഷോ ചെയ്തിട്ടുള്ള എൻ്റെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഓണായിട്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് ഏത് എപ്പിസോഡിലായിരുന്നു? അതായത് പ്രാങ്കിന് പോയിട്ട് ഓണത്തിന് കിട്ടിയിട്ടുള്ളത്. ഓണമായിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. കാരണം പറഞ്ഞാലേ അതെ, നമുക്ക് ഈ സ്ഥിരം ഉള്ളതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓണാടി, ക്രിസ്മസ് അടി അങ്ങനെയുള്ള സംഭവങ്ങൾ. അല്ല, നമ്മൾ ഓണത്തിന് ചാരിറ്റിയാ ചെയ്യാറുള്ളത്. അതെ 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 അല്ല, പ്രാങ്ക് ചെയ്തിട്ട് പാവപ്പെട്ട ഏതെങ്കിലും ഒരു
ആളിനെ കണ്ടുപിടിച്ചിട്ട് അവരെ പ്രാങ്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന ചാരിറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇവർ ചെല്ലുമ്പോൾ ചിലർ ഇവർക്ക് അടി കൊടുക്കാൻ വേണ്ടി ചാരിറ്റി ആയിട്ട് അവിടെ നിൽക്കും. പക്ഷെ എന്തറിയാമോ, നമ്മുടെ ഈ ഓമൈഗോന്റെ ഓണം എന്ന് പറയുന്ന എല്ലാ വർഷവും ഒരു ചാരിറ്റി നമ്മൾ നടത്തുന്നതുകൊണ്ട് അത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവരെ കൂടെ ഒപ്പം ഇരുന്നാ ഞങ്ങള് സദ്യയൊക്കെ കഴിക്കുന്നത്. അപ്പൊ പൽവാൾ ദേവൻ നിങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്നാണ്? ഞങ്ങള് പൽവാൾ ദേവൻ എല്ലാം ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല, നടുക്ക് ഞാൻ ഓക്കെ. അപ്പൊ ഇനി ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷേ, നിങ്ങളുടെ ഓണം എങ്ങനെയാണ്? അവരുടെ ഓണം ക്ലീഷേ, സാധാ ക്ലീഷേ. ഞങ്ങള് ബിഗിനേഴ്സ് ആണ്. അതായത് നമ്മുടെ ഈ കൗമുദിയില് ടോം ആൻഡ് ജെസ്സിയിൽ ബിഗിനേഴ്സ് ആണ്. എന്നാലും ലേറ്റാ വന്നാ ലേറ്റസ്റ്റ് വന്നു. പിന്നെ അപ്പൊ എങ്ങനെയാണ് ഓണം കഴിഞ്ഞു? ഞങ്ങളുടെ ഫസ്റ്റ് ഓണം കഴിഞ്ഞത് രണ്ടാമത്തെ ഓണം. എങ്ങനെയാണ് ഓണവിശേഷങ്ങൾ? കൗമുദിയുടെ ഓണവിശേഷം നിങ്ങളുടെ ആദ്യമാണ് ക്ലീഷയുടെ ആദ്യം. ക്ഷമ ഒന്ന് ക്ഷമിക്കൂ, എന്തെങ്കിലും പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ക്ഷമയുടെ ഓണം പറ. അല്ല, ഞങ്ങളുടെ ആദ്യത്തെ ഓണാണ് കൗമുദിയിൽ. ഒരു വയസ്സായുള്ള കൗമുദിയിൽ. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഇതാ ഇപ്പൊ ആഘോഷിക്കാൻ പോവല്ലേ, അവിടെ നിന്നും പോയി. അന്നാച്ചാക്കോ പറ. ഫസ്റ്റ് ഓണം നമ്മള് സീനായിട്ട് എടുക്കായിരുന്നു. അന്ന് ഓണസദ്യ ഇല്ല, നമ്മൾ സീനിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഞങ്ങൾ അത് കഴിച്ചത് 2:30-3 മണിക്കെങ്ങാണ്ടുമാണ്. ജയറാം പറയൂ. ജയറാമിന്റെ ഓണം. ഞങ്ങളുടെയും എന്റെയും ഫസ്റ്റ് ഇതാണ്, ഓണമാണ് ഇത്. കൗമുദിയിലെ ഫസ്റ്റ് ഇതാണ്. നാട്ടിലെങ്ങനെയാണ് ഓണമൊക്കെ? നാട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി? ഓണം ആഘോഷിക്കാറുണ്ട്. മിക്കവാറും ഈ പറയും പോലെ ചാരിറ്റി കാര്യങ്ങളാണ് കൂടുതൽ ചെയ്ത് നിൽക്കുന്നത്. ഇതിൽ അഭിലാഷ് ഉത്തരം പറയരുത്. ഇല്ല. ഓണത്തിന് മാവേലി വേഷം കെട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? മാവേലി വേഷം കെട്ടിയിട്ടുള്ള? അയ്യോ ചിലർക്കില്ല. ഓണത്തിന് മാവേലി ഞാൻ കെട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാം, കോമഡി മാവേലി. അതായത് ഈ നിവൃത്തിയില്ലാതെ കടകളിൽ മാവേലി കിട്ടാനില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു ജംഗ്ഷനിൽ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകും. ഡ്യൂട്ടി എന്നറിയാമോ, ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചോണ്ട് പോകില്ല. ഒന്ന് സഹായിച്ചോടേ, ഇത് എന്നെ ചുമന്ന് 7 മണിയായപ്പോഴേ ഒന്നാമത് ആരോഗ്യമില്ല, അതിന്റെ കൂടെ മാവേലി തകർന്നു. അങ്ങനെ മാവേലി കെട്ടിട്ടുണ്ട്. അഭിലാഷ് എനിക്ക് ഒരുപാട് മാവേലി 12 അതിൽ പരം ചാനലിലും ദൂരദർശനിലും അല്ല മറ്റുള്ള എല്ലാ പ്രമുഖ ചാനലിലും മാവേലി ഇട്ടുണ്ട്. പിന്നെ അലയൻസ് തന്നെ 2-3 തവണ മാവേലി. കഴിഞ്ഞ വർഷം പുലിയായിരുന്നു. തൃശ്ശൂരെ പുലിയെ കൊണ്ടുവരും. കഴിഞ്ഞ വർഷം വേറെ പുലിയുടെ ഫിഗർ ചെയ്തു. 2 ഫിഗറേ ഉള്ളൂ. അങ്ങനെ വന്യജീവി കടുവ സംഘത്തിൽ നിന്ന് മെസ്സേജ് അയച്ച് മേലാ പുലിയെ നാണം കെടുത്തുന്ന പരിപാടി ഈ വർഷം ചെയ്തിട്ടുണ്ട്. സൗമ്യയുടെ ഓണം എങ്ങനെയാണ്? സൗമ്യ ആലപ്പുഴക്കാരിയായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓണം ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. കാരണം നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ആലപ്പുഴയല്ലേ ഒരുപാട് ക്ലബ്ബുകളൊക്കെ ഉണ്ട്. വള്ളംകളിയില്ലേ? വള്ളംകളി അത് ഓണത്തിന് മുന്നേ അല്ലേ വരുന്നത്. ഇത് ശരിക്കും നമ്മുടെ അവിടെ ഒരുപാട് വായനശാലകൾ, ക്ലബ്ബുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും 10 ദിവസം ഞങ്ങൾ ഓണം ആഘോഷിക്കും. നമ്മുടെ ഓണത്തിന് മാത്രമല്ല, 1 തൊട്ട് 10 ദിവസം വരെ നമ്മൾ ഓണം നന്നായിട്ട്. അത്തം തൊട്ട് തിരുവോണം വരെ. ഈ അത്തം തൊട്ട് തിരുവോണം വരെ നാളുകൾ പറയാൻ ആരൊക്കെ അറിയാതില്ല? ഞാൻ പറയാം. അലയൻസിന്റെ ക്യാപ്റ്റൻ പറയും. ടോം ആൻഡ് ജെസ്സി, അല്ല സോറി, ഓ മൈ ഗോഡിൽ ആര് പറയും? ഇല്ല, അലിയൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ആളിരിക്കുന്നുണ്ട്. അവര് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപ്റ്റൻ ആർക്കും തരുന്നില്ല. ഓണത്തിന് വന്നു, മേക്കപ്പ് ഇട്ടു, പൂ വെച്ചു, ഡ്രസ് ഇട്ടു. എന്നിട്ട് ഈ അത്തം 10 തിരുവോണം എന്ന് പറയുന്നത് ഈ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള മക്കളെടാ, നിങ്ങൾ വേറെ ചാനലിൽ വേറെ ഓർഡർ ഇത്ര ചോദ്യം സംക്രാന്തി എടുത്ത ആർക്ക് പറയാം? ആർക്കറിയാം? ടോം ആൻഡ് ജെസ്സി തെറ്റാണെങ്കിൽ തെറ്റട്ടെന്നേ. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, നല്ലൊരു കൈ കൊടുക്കുക. ന്യൂ ജനറേഷന്റെ ഭാഗത്തു നിന്നും ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. 12 മാസം കൂടെ പറയട്ടെ. അതെ, ഇനി 12 മാസം. ചിങ്ങം, കന്നി, തുലാം. അതെങ്കിലും അലിയൻസ് പറഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെയായ അപ്പൊ അതോ വീണ്ടും ഓമൈഗോഡ് സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓമൈഗോഡ് വീണ്ടും ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ പണ്ട് പറയും, അല്ലെങ്കിൽ ഇപ്പോഴും പറയും, പണ്ടത്തെ ഓണം ഒരു അടിപൊളി, ഇപ്പൊ ഒരു ഓണത്തിനൊരു സുഖമില്ലെന്ന് പറയും. ഈ കുട്ടിക്കാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിലുള്ള വ്യത്യാസം സാബുണ്ണ
അണ്ണനാകുമ്പോൾ ഒരുപാട് വർഷം ബാക്കോട് ചിന്തിക്കാറുണ്ടല്ലോ. അല്ല അത്രയും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിന് 10 ദിവസം അവധിയുണ്ട്, അതിന്റെ സന്തോഷം. അത് ഞാൻ പറഞ്ഞ അപ്പോഴത്തെ നമുക്ക് ആ അവധി കിട്ടുന്നതിൽ ഒരു സന്തോഷം. അല്ല ഇപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് ആ അവധിയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ അവധിയിൽ നമ്മൾ ഈ കൂട്ടുകാരായിട്ടുള്ള എരുപ്പന്ത് കളി, ഓണപ്പന്ത്, ആ സംഭവം അതൊക്കെ ഭയങ്കര ത്രില്ലാണ്. പട്ടം പറത്തലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടുന്ന, കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എപ്പോഴും ഡ്രസ്സുണ്ട് എല്ലാം. പക്ഷെ അപ്പോഴങ്ങനല്ല, ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അതെ, അത്തരത്തിലുള്ള കുറച്ച് വ്യത്യാസങ്ങളല്ലാതെ എല്ലാവരും പല തരത്തിൽ ആസ്വദിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ നിറയെ കാടും മലയും കുന്നൊക്കെ ഉണ്ട്. അപ്പൊ കുറേ തരത്തില് പൂക്കൾ ഉണ്ടാവുമായിരുന്നു. ഈ പാടത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വാടിപ്പോവും. അത് അപ്പപ്പൂവ്, കലമ്പട്ടപ്പൂവ്, തൊട്ടാവാടി, അങ്ങനെ കുറേ തരം പൂക്കളുണ്ട്. അപ്പൊ ഞങ്ങള് രാവിലെ വെളുപ്പിനെ പോകും, കുമ്പിള് കുത്തും. വട്ടയുടെ ഇല വെച്ചിട്ട് ഇങ്ങനെ കുമ്പിള് കുത്തി, ഈർക്കിലൊക്കെ കുത്തി കുറേ കുമ്പിളായിട്ട് പോകും. എന്നിട്ട് കുമ്പിളിൽ നിറച്ചും ഇങ്ങനെ പൂക്കള് പറക്കിക്കൊണ്ട് വരും. ഇപ്പൊ അങ്ങനെ പൂക്കളില്ലല്ലോ, പറക്കിക്കൊണ്ട്. അപ്പൊ ഈ പൂക്കൾ പറക്കണ കൂട്ടത്തില് അവിടെ ഈ പൂച്ചപ്പഴം, പിന്നെ എന്താണ്, അങ്ങനെ കുറെ പഴങ്ങളുണ്ട്. അതൊക്കെ പറിച്ച് അതൊക്കെ തിന്ന് അങ്ങനെ ഭയങ്കര ഓണക്കാലം ഭയങ്കര രസമായിരുന്നു. ആ അനുഭവം നിങ്ങൾക്ക് കിട്ടൂല. മുത്ത് തുമ്പപ്പൂ അറിയാമോ? തുമ്പപ്പൂ പിന്നെ അറിയാലോ. അല്ല, മുത്തിനടുത്ത് കിട്ടും. തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? അറിയാം. തുമ്പപ്പൂവിന്റെ കളർ എന്താണ്? ആരും പറയുന്നുണ്ട് ഇതല്ലേ? തുമ്പപ്പൂവിന്റെ കളർ എത്ര ഇതുണ്ട് തുമ്പപ്പൂവിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത്ത ഇടുമ്പോ ആദ്യം ഇടുന്ന തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ സത്യം കണ്ടിട്ടില്ലാത്തവരെ കൈ നോക്കി. ജെനുവിനായിട്ട് തുമ്പപ്പൂ കണ്ടില്ലാത്തത് കണ്ടുണ്ടോ? അമൃത കണ്ടുണ്ടോ? എന്നാ ചാക്കോ? തുമ്പപ്പൂവിന്റെ ആ പൂ ഉണ്ടാവണ അതിനൊരു പേര് പറയുമല്ലോ, തുമ്പക്കുടം. തുമ്പക്കുടം എന്ന് പറയും. തുമ്പപ്പൂണ് എനിക്ക് തോന്നുന്നു ഓണത്തിന് അത്തത്തിന് ആദ്യം അതെന്താ മാവേലി അനുഗ്രഹിച്ചതല്ലേ? മറ്റു പൂക്കളെ പോലെ മണവും ഇല്ല, നിറവും ഇല്ല. അങ്ങനെ സങ്കടപ്പെട്ട് നിന്നപ്പോ മാവേലി വന്ന് അനുഗ്രഹിച്ചതാ. തെറ്റിപ്പോവല്ലോ, സ്വാഭാവികമായിട്ട് അന്നയ്ക്കുന്ന ഡയലോഗ് തെറ്റിപ്പോവും. ചെത്തിപ്പൂവാണോ മറ്റേ ഒരു കമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 5 ഇതൾ വരുന്ന റെഡ് കളറിലല്ലേ? വർണ്ണന എനിക്ക് ഇഷ്ടപ്പെട്ടു. കമ്പ് പോലെ വന്നിട്ട് മുള പോലെ ഇരിക്കുന്നു. അല്ല, അതല്ലേ തെറ്റിപ്പൂ. നമ്മള് ചെത്തിപ്പൂ എന്ന് പറയണേ. ചെത്തിപ്പൂന്ന് ഞങ്ങളോടെ പറയണ. അല്ല, അമൃത പറഞ്ഞ പോലെ ഓരോടത്തും ഓരോ പേരാ പറയുന്നത്. അത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. അരുണിന്റെ അതിന് തേനുണ്ട്. അരുണിന്റെ കുട്ടിക്കാലം ഓണത്തിനാണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂളിലെ അവധി, അതാണ് മെയിൻ. പിന്നെ കസിൻസായിട്ട് ഏറ്റവും കൂടുതൽ കൂടുന്ന സമയം എന്ന് പറയുന്നത് അപ്പോഴാണ്. അപ്പോഴതിൻ്റെ പിന്നെ അന്ന് ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പം കസിൻസിൻ്റെ അവിടെ പോകുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും കൂടെ ചെല്ലുന്നത്. ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടാറില്ല. പിന്നെ നമ്മുടെ അവിടെ ക്ലബിൻ്റെ വകയായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ വീട്ടിൽ നമ്മൾ പണ്ട് ഇടുമായിരുന്നു. ഈ ഓണത്തിന് വീട്ടിലൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂലേ? എല്ലായിടത്തും ഉണ്ടാക്കും. പ്രത്യേകം പലഹാരം ഉണ്ടാക്കുന്ന നമ്മുടെ അവിടെ അങ്ങനെ ഉണ്ടാക്കും. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഓണത്തിന് പലഹാരം ഉണ്ടാക്കും. അന്നാണ് ആദ്യമായിട്ടല്ലേ ആലങ്ങ ഇപ്പോഴും കളിയോടൊക്കെ അറിഞ്ഞുകൂടാ. നമ്മളെ അത്തം തുടങ്ങി അന്ന് മുതൽ ഓരോരോ പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അളിയൻസിൽ പണ്ട് ഞാൻ കളിയോടൊക്കെ കയ്യോറട്ടി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ? ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അമൃത എനിക്ക് തോന്നുന്നു അമൃത കളിയോടൊക്കെ കട്ട് നിന്നിട്ടുണ്ടോ വീട്ടില്? അല്ല, ഇപ്പം പറഞ്ഞതുപോലെ എന്റെ മെമ്മറിയിലുള്ള ഏറ്റവും നല്ല ഓണം എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തായിരുന്നു. ഞാനിപ്പം ട്രിവാൻഡ്രത്തോട് സെറ്റിൽഡ് ആയതാണ്. പക്ഷെ അതിന് മുന്നേ എന്റെ നാടെന്ന് പറയുന്ന പുന്നല, പത്തനാപുരം, നാട്ടുമ്പുറമാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ആ സമയത്തുള്ള ഓണക്കാലമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ അത്തത്തിന്റെ അന്ന് ഈ പറയുന്ന പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കും. അന്നാണ് നമുക്ക് നല്ല പലഹാരങ്ങൾ കിട്ടുന്നത്. അപ്പം ഇപ്പോഴത്തെ പോലെ ഭയങ്കര ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാം സമയമല്ല. നാടൻ പലഹാരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ കളിയോടക്ക, അതേപോലെ തന്നെ ചിപ്സ്, അച്ചപ്പം, ശർക്കര വരട്ടി, ഇതൊക്കെ നമ്മുടെ എന്റെ അമ്മൂമ്മ ഉണ്ടാക്കി തരുന്നത്. എനിക്ക് തോന്നുന്നു കളിയോടൊക്കെ ഒന്ന് കഴിക്കണല്ലോ. അരിമാവില് ശർക്കര ഒഴിച്ച് കുഴച്ചിട്ട് കൊഴുക്കട്ട
ചേട്ടാ കാരയ്ക്ക് കണക്കിരിക്കും. കാരയ്ക്ക് എപ്പത്തെന്ന് ചോദിക്കും. ഇങ്ങോട്ട് മാത്രമേ ഉള്ളത്. അതിന്റെ തന്നെ എന്താണ് പറയാ, നമ്മള് മധുരം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ശർക്കര ശർക്കര ചേർക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് വാ ഞങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഓണം ആലങ്ങ തൂക്കിയിരിക്കുകയാണ്. സൈഡ് വാരം കളിയോടൊക്കെ കുറച്ച് കൊണ്ടുപോയി. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര്. ഈ ഓണസമയം എന്ന് പറയുമ്പോഴേ നമ്മള് ഈ ഓണ പരീക്ഷയുടെ സമയം നമുക്ക് എല്ലാവർക്കും ടെൻഷൻ. അപ്പൊ ഓണത്തിന് നമ്മൾ ഓണം നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഹിന്ദിയിൽ അവസാനം 10 മാർക്കുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ഓണത്തെ പറ്റി. ओणम केरल का एक विशेष त्योहार है। ये श्रावण महीने में आता है। ओणम के दिन लोग खुशियां मनाते हैं। लोग नया नया कपड़ा ഒരിക്കലും അത് പഠിച്ചതല്ല, മെമ്മറി കിടന്ന സാധനമാണ്. കാരണത്ത് വെച്ചൊന്ന് നോക്കി. ഇല്ല, ഇതൊക്കെ നമ്മൾ എപ്പോഴും അതറിയാൻ പറ്റും. ഇതെപ്പോഴും നമ്മൾ ഓർക്കുന്ന ഓണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പറ്റി എന്റെ ഓണം അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും പറയാം. നമ്മള് അതായത് എനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം, എനിക്ക് തോന്നുന്നു ഓണത്തിപ്പം ബംഗാളികൾക്കുള്ള കേരളത്തിലുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഈ എപ്പിസോഡ് അനീഷേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യും. ഓണം അവർക്കൂടെ മനസ്സിലാവണ്ടെന്നാ അല്ലേ? ഹിന്ദി ഓക്കെ. അല്ല, നമ്മള് ഈ പറഞ്ഞ പോലെ ഓണം ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് നമ്മുടെ പ്രതിഭ എന്താണെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയായിരുന്നു അത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലൊക്കെ ഈ മീഡിയയിലൊക്കെ വന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ തിരുവോണ നാളുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് തിരുവോണ ദിവസം വീട്ടിൽ നിൽക്കാൻ ഒരു ശ്രമം നടത്തും. കഴിവതും പ്രോഗ്രാം, കാരണം വീട്ടിലെ എല്ലാ മെമ്പേഴ്സും വീട്ടിലുണ്ടാവും. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന, അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വിശേഷപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഓണം. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഓണവിശേഷങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ 3 ടീമാണുള്ളത്. ടീം അളിയൻസ്, ടീം ഓ മൈ ഗോഡ്, ടീം ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ. അപ്പോൾ നമ്മൾ ഈ 3 ടീമിൽ ഓരോ ക്യാപ്റ്റൻ വേണ്ടേ, ക്യാപ്റ്റൻസ് വേണ്ടേ? അപ്പോൾ ആദ്യം അളിയൻസിൻ്റെ ക്യാപ്റ്റൻ ആരായിരിക്കും? അടി കൂടരുത്. നിങ്ങൾ അളിയൻസിൻ്റെ ക്യാപ്റ്റനായിട്ട് ആരെ നമുക്ക് ഒരു ക്ലാപ്പ് അടിച്ച്? ഓക്കെ, അനീഷേട്ടൻ. അപ്പോൾ അളിയൻസ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷേട്ടനാണ് ഇന്ന് ഈ വന്നോണം നിന്നോണം പൊളിച്ചോണത്തിൽ പൊളിച്ചെടുക്കാൻ പോകുന്ന അനീഷേട്ടനാണ്. നല്ലൊരു കൈ എടുക്കാൻ അനീഷേട്ടൻ. ടീം ഓ മൈ ഗോഡ്, നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? സാബു പ്ലാങ്കവളയാണ് ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പൊ നമ്മുടെ പൽവാദേവൻ വാളുമായിട്ട് നമ്മളെ വന്നോണം നിന്നോണം പൊളിച്ചോണം. അപ്പൊ സാബു പ്ലാങ്കവള ടീം ക്യാപ്റ്റൻ. ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ അരുൺ നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ 3 ടീം ക്യാപ്റ്റൻസ്, ഒന്ന് അനീഷ് രവി, ഒന്ന് സാബു പ്ലാങ്കവള, ഒന്ന് അരുൺ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ ഇനി വിശേഷങ്ങളും കാര്യങ്ങളും തമാശയെല്ലാം കഴിഞ്ഞു. ഇനി മത്സരത്തിന്റെ ഒരു ലെവലിലോട്ട് നമ്മൾ പോകാൻ പോകും. ചൂട് പിടിച്ച രീതിയിലോട്ട്. അതെ, ചൂട് പിടിച്ച, അതായത് ഇനിയാണ് നമ്മുടെ മത്സരം. ഇത്ര നമ്മൾ നാക്കിട്ടുള്ള കളിയായിരുന്നു അല്ലേ? ഇനിയപ്പോൾ നമ്മൾ മത്സരം. അപ്പം ഇതിൽ എന്താണ്, ക്ഷമയ്ക്കായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൽവാൾ ദേവനായാലും നമ്മുടെ ദേവസേനയ്ക്കായാലും നമ്മുടെ കരുത്ത് കൊണ്ടും ഐഡിയ കൊണ്ടും ജയിക്കാം. വാശി വേണം, പിന്നെ ആവശ്യം പോലെ സമ്മാനമുണ്ട്. അപ്പൊ ഈ സമ്മാനത്തിന് വേണ്ടിയുള്ള വാശിയേറിയ മത്സരമാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? അപ്പൊ വന്നോണം നിന്നോണം പൊളിച്ചോണം. അപ്പൊ ഈ പൊളിച്ചോണത്തിലെ പൊളി ഇവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്ര സമയം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ പറഞ്ഞ് ഇനിയാണ് മത്സരം ആരംഭിക്കാൻ പോകുന്നത്. അളിയൻസ്, ടോം ആൻഡ് ജെസ്സി ആൻഡ് ഓ മൈ ഗോഡ്. അപ്പൊ ഈ 3 ടീമിലെ 5 പേരാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണ് മത്സരിക്കാൻ പോകുന്നത്. ചില ഗെയിമുകളിൽ സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾ 5 പേരായിട്ടായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ? നമ്മൾ ആദ്യത്തെ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. ഇനി വേണ്ടത് മത്സര ബുദ്ധിയാണ്, പിന്നെ വേണ്ടത് ഐഡിയ. കാരണം ഗെയിം ജയിക്കുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ആർക്ക് ജയിച്ചാലും ആർക്കാണ്? അളിയൻസ് ജയിച്ചാൽ അളിയൻസിനൊരു പവർ വരും. ഓ മൈ ഗോഡ് ജയിച്ചാൽ ഓ മൈ ഗോഡിന് ഒരു പവർ വരും. ക്ലീഷ ആൻഡ് ടോം ആൻഡ് ജെസ്സി നിങ്ങൾക്ക് ഒരു പവർ വരും. അപ്പോൾ റെഡിയാണല്ലോ? കൗമുദിക്കും ഒരു പവർ. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറായ 3456 നമുക്ക് ഇപ്പം നമ്മൾ കൃഷിക്ക് അപേക്ഷിച്ച ഉടനെ കിട്ടും? ഇല്ല. അപ്പൊ നമ്മൾ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിളിച്ചു ചോദിക്കണം. കാർഷിക മന്ത്രാലയത്തിന്റെ ആ ടോൾ ഫ്രീ നമ്പർ ഒന്ന് പറയൂ. 123. അപ്പൊ കാർഷിക മന്ത്രാലയത്തിന്റെ കൃത്യമായി വിളിക്കണം കേട്ടോ. സാബു ഇവിടെ നിൽപ്പുണ്ട്. ദയവ് ചെയ്ത് ആരും സാബുവിന്റെ അടുത്ത് മസാല വെച്ച് ചോദിച്ചത് റേറ്ററല്ല, മത്സരത്തിലെ ക്യാപ്റ്റനാണ്. ഇപ്പൊ ഒരു ക്യാപ്റ്റൻ സാബു പ്ലാങ്കവള, അടുത്ത ക്യാപ്റ്റൻ അനീഷ് രവി, അനീഷ് തരയൻകീഴ് ആൻഡ് അരുൺ. അപ്പൊ 3 ക്യാപ്റ്റന്മാരാണ്. നമ്മുടെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ. ഈ ടീമിൽ നമുക്ക് തുടങ്ങാം.
കാരണം നിങ്ങൾ ഈ കൂട്ടത്തിൽ എനർജിയുള്ള ടീം എനർജി ഓക്കെ അവർ തുടങ്ങാം. അല്ല അഖിലത് കണ്ട കോളിൽ തോന്നിയതാണ്. കണ്ട കൊള്ളാം. നമുക്ക് ഗെയിം എന്താന്ന് പറയാം. അപ്പൊ ഗെയിം ഇതാണ്. 1 മിനിറ്റ് സമയമാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് പെൻസിലാണ്. ഈ പെൻസിൽ നിങ്ങൾ ഈ മേൽചുണ്ടിനെ മൂക്കിന്റെ ഇടയിൽ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് പിടിക്കുക. ഏകദേശം ജൂനിയർ മാൻഡ്രേക്കിൽ ജയിച്ചിട്ട് തുമ്പി ഒഴിച്ച പോലെ അടങ്ങിയൊരു എക്സ്പ്രഷൻ കിട്ടും. കൈ ബാക്കിൽ കെട്ടുക. മൂക്കിലോട്ട് കൈ വെച്ചെടുത്ത് വെക്കാലോ. ആ കൈ കൈ കൊണ്ട് എടുത്ത് മൂക്കിനവിടെ വയ്ക്കാം. വച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൈ ബാക്കിൽ കെട്ടണം. പിന്നെ ഇത് തറയെ വീണ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 5 പേര് അറ്റ് എ ടൈം നിരന്നായിരിക്കും നിൽക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. അറ്റ് എ ടൈം നിങ്ങൾ നിരന്ന് നിൽക്കുന്നു. 1 by 1 ബാക്ക് ബാക്ക് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പെൻസിൽ ഇടുന്ന റെഡിയാണല്ലോ. മൂക്കിന്റെ ചുണ്ടിന്റെ പരിപാടിയാണ്. ശ്രദ്ധിച്ച് കളിക്കുക, സമ്മാനങ്ങൾ നേടുക. ലിപ്ലോക്ക് ആവാതിരിക്കുക. ഓക്കെ റെഡി. സെൽഫി ഓക്കെ ടീം റെഡി ആയിക്കോ. ബാ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവനെന്തോ ഈ കുഞ്ഞെന്തോ അതാ പോന്നു. വന്നു വീണ്ടും അന്ന പോയിട്ട് ഇങ്ങനെ വന്നായിരുന്നു. ആ വന്നു. ഒരു മിനിറ്റ്. ഒന്നെടുത്ത് വെളിയിടും. ഒന്നെടുത്ത് വെളിയിലിടും. സമയം കഴിഞ്ഞിട്ട് മൊത്തം എടുത്ത് വന്നിട്ട് എണ്ണി പറഞ്ഞാൽ മതി. അപ്പോ 1 മിനിറ്റ് ആകുമ്പോൾ ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ അവർ കളക്ട് ചെയ്യുന്നത് ഒരു ഗസ് ചെയ്യാമോ? 5 1 2 3 4 5 6 7 പെൻസിലാണ് അവർ കളക്ട് ചെയ്യുന്നത്. നല്ലൊരു കൈ കൊടുക്കുക, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അവർ 1 മിനിറ്റ് കൊണ്ട് 7 പെൻസിലാണ് അവർ കളക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിരുന്നു. ഒരു പ്രകടനത്തിലായിരുന്നു ഈ പരിപാടി. ചിരി വന്നിട്ടും വിട്ടില്ല. ഇതിങ്ങനെ കാണിക്കും. അപ്പോൾ ഇവർ സന്തോഷിച്ച് 7 പെൻസിൽ കട്ട് ചെയ്ത സ്ഥിതിക്ക് അടുത്തതായി വരാൻ പോകുന്നത് കാർഷിക മന്ത്രാലയത്തിൽ നിന്നും ഒരു വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പങ്കെടുക്കാൻ പോകുന്നത് ടീം ഓ മൈ ഗോഡ് ആണ്. ഞാൻ ഫിസിൽ പഠിക്കും. 1 മിനിറ്റ് സമയമാണ്. മാക്സിമം നമ്പർ ഓഫ് പെൻസിൽ അവിടെ കൊണ്ട് ഇടാം. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? റെഡി. യുവർ ടൈം സ്റ്റാർട്ട്. ദേവസേന നൗ. കൈ ബാക്ക്. ഈ കുഞ്ഞെന്തോ അയ്യോ അയ്യോ പിന്നെ കനക വരികയാണ് വിയറ്റ്നാം കോളനി. ഒരെണ്ണം പോലും മാതൃകയാണ്. 5 സെക്കൻഡ്. ഓ മൈ ഗോഡ് അവരുടെ മാക്സിമം
കാർഷിക മന്ത്രാലയം എന്താണ് കാണിച്ചത് എനിക്ക് ഒന്നിട്ടു ഇവൻ വരുന്നതിനാണ് തിരിച്ചു പോണേ. ഓക്കെ, എനിക്ക് ദേവസേന നന്നായിട്ട് സ്കോർ ചെയ്തു. 3-3 6 1 7 ഞങ്ങൾ 8 എടുത്താൽ മതിയല്ലോ. 8 പെൻസിൽ എന്നാ പിടിച്ചോ. ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അല്ല അകലെ ഒരു സംശയം, ഒരേ സമയം 2 പെൻസിൽ വെച്ചിട്ട് വരാൻ പറ്റുമോ? നീ ആദ്യം മര്യാദയ്ക്ക് ഒരെണ്ണം കൊണ്ട് അത് കഴിഞ്ഞിട്ട് 2 എണ്ണം കൊണ്ട്. അല്ല ഞങ്ങൾ വിജയിക്കും. അപ്പൊ ടീം 7 വെച്ച് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഓ മൈ ഗോഡ് ആൻഡ് ടീം ആൻഡ് ജെസി, ടീം ആൻഡ് ജെസി ആൻഡ് ടോം ആൻഡ് ജെസി ആൻഡ് ക്ലീഷേ. അപ്പൊ ഇവർ 7 പോയിന്റുകൾ നേടിയിരിക്കുകയാണ്. ഇനി മത്സരിക്കാൻ പോകുന്നത് കൗമുദി ടിവിയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന അലിയൻസ് ടീമാണ്. സെക്കൻഡ് നിങ്ങൾ എടുത്തോ, രണ്ടുപേരുടെ ഷെയർ എടുത്തോ. സെക്കൻഡ് ഏത് വാക്കെടുക്കും എന്ന് കാണാം. റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരേ സമയം 2 പെൻസിൽ വെച്ചിട്ട് വരാൻ പറ്റും. ഒരേ സമയം 2 പെൻസിൽ വെച്ചിട്ട് വരാൻ പറ്റുമോ? 8 പെൻസിൽ എന്നാ പിടിച്ചോ. എല്ലാം 40-ന് മുകളിലുള്ള ഒരൊറ്റത്തിന് കണ്ണോണം പണ്ടായി. ആകാശത്തേക്ക് വെടിവെക്കും. ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൂ ഒരു വെള്ളം എടുത്ത് മാറ്റിയത്. ഞങ്ങളെ തോപ്പിക്കാന്നുള്ള അജണ്ടയുമായിട്ട് ഇറങ്ങിയിരിക്കും. അല്ല ഇതൊന്നും പരിഗണിക്കുക. മഞ്ഞ മാറ്റിക്കോ, മഞ്ഞ മാറ്റിക്കോ. ആരും അടി കൂടരുത്. പച്ചയായ ക്യാമറയ്ക്ക് കൂടി പച്ചയായ സംരക്ഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? അല്ല നിനക്കെത്ര 2 ഇടണം. അമൃത മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ കരിവാരിക്കാൻ വേണ്ടി ഞാൻ കേറുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ എന്താ കാണിച്ചെന്നറിയാമോ? മഞ്ജുമ്മ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ മത്സരിക്കുന്നത് കുമ്പളങ്ങ കൊണ്ട് പ്രയോഗം ചെയ്യുന്നവരുടെ അടുത്ത് കൂടെയാണ്. നമ്മൾ തോറ്റുപോകും. നിങ്ങളങ്ങ് ജയിച്ചോ, ഞങ്ങൾക്ക് വേണ്ട. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. 3 ടീമും ഭയങ്കര എനർജി ആയിട്ട് കളിച്ചു. ജയിച്ചോ. സത്യം പറഞ്ഞ അലിയൻസ് ആണ് നന്നായിട്ട് ഫണ്ണായിട്ട് ഈ ഗെയിം കളിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടെ പിടിച്ചിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ചിരിക്കുവാണ്. ഇത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റണ്ടേ? റിലീഫാണ് നമ്മുടെ പ്രോഗ്രാം. അതിൽ ഒരു കാര്യം പറയണം, ഒരു കാര്യം. എല്ലാരും നമ്മുടെ മുത്തിനെ കുറ്റം പറഞ്ഞു. എങ്ങനെ കണ്ണ് കണ്ടുവാണ്. കറക്റ്റ് ആയിരുന്നു. എല്ലാ പെൻസിലും മുത്തിട്ടു. നിങ്ങളൊരു അവസരം എന്താ? നിനക്കൊരവസരം പോലും ഇല്ലടാ. നിനക്കൊരവസരം പോലും തരൂല. അപ്പോ ടീം അലിയൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് 1 2 3 4 5 6 6 പോയിന്റ്. ബാക്കി എല്ലാവരും 7 പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ടീനേജ് ഒപ്പം ഈ കുഴമ്പ് ടീമുകൾ 6 പിടിച്ചോ. പിടിച്ചോ.
തുടക്കം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. രണ്ടെണ്ണം ഇടുമെന്നോ അതെ 3 ഇടുന്നു. കൊല്ലം ജില്ലക്കാരി നീ അങ്ങ് വാങ്ങി. ഗെയിം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ നന്നാവുന്നുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ആളിയൻസ് ഈ ഗെയിമിൽ നിന്നും എന്താണ് തോൽവി സമ്മതിച്ചിരിക്കുന്നത്. കാരണം തോൽവിയൊന്നും സമ്മതിക്കൂല. രണ്ട് അല്ല, team അത് ആണ്. അല്ല ഈ ഇതിനൊരു തോൽവി എന്ന് പറയാൻ പറ്റില്ല. അതെ അല്ല, രണ്ട് ടീം വന്ന് ഇനി ഒരു മത്സരം വേണമല്ലോ. സഹജീവികളുടെ സഹവർത്തിത്വം കൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുകയോ അവർ മുന്നോട്ട് പോവുകയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രക്ഷാളമാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറി കാണാമല്ലോ. ഓക്കെ. അപ്പോ ഇപ്പോ മാറി തോൽപ്പിക്കാം. 7-7 വന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഓമൈഗോഡും ക്ലീഷയാണ്. ഇതിൽ ഇവർക്ക് വെച്ചിട്ടൊരു ഫൈനൽ മത്സരം വരും. കാരണം നിങ്ങൾ ടൈറ്റായി ആണ്. അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ ഫൈനൽ 2 ടീമാണ് അവസാനം വന്നിരിക്കുന്നത്. ഓമൈ ഗോഡ് ആൻഡ് ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ. അപ്പോൾ ഇവർക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലാണ് 30 സെക്കൻഡ് സമയം. ഏറ്റവും കൂടുതൽ പെൻസിൽ കൊണ്ട് ബോട്ടിലിനകത്ത് ഇടുന്ന ടീമായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. 30 സെക്കൻഡ് സമയം. റൂൾസ് ആൻഡ് റെഗുലേഷൻ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പാലിച്ചിരിക്കണം. കൈ ബാക്കിൽ കെട്ടോ വെച്ചാൽ ബാക്കിൽ കെട്ടിയിരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. റെഡി ആണല്ലോ? അന്നാച്ചാക്കോ ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങിക്കോ. അപ്പൊ റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. പോയതാണോ? എവിടെ പോവാ? അയ്യോ, ഞാനും അപ്പൊ 2 ടീമിന്റെയും സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആര് ആണ് ഇതിന്റെ വിന്നർ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. 2 ടീമും ഗംഭീരമായിട്ട് കളിച്ചു. അവരുടെ എനിക്ക് കേട്ടാ. അല്ല, ആദ്യം നിങ്ങൾ എണ്ണം. ഇന്നും ഒരുപോലെ ആണെങ്കിൽ അസാധുവായിട്ടാ ഗെയിം. അല്ല, ഇതിലും അവര് ഒരേപോലെ കളിച്ചെങ്കിൽ ആദ്യം പോയവര് ഇവർ വീണ്ടും 7 പോയിന്റ് ആണ് വീണ്ടും നേടിയിരിക്കുന്നത്. 7 പോയിന്റ് നോക്കാം. സംശയങ്ങൾക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ വീണ്ടും 7 പോയിന്റ് ആണ്. അവരെടുത്തോട്ടെ. വേണ്ടാകില്ലേ എണ്ണണ്ട പോട്ട്. കണ്ട് കണ്ട് കണ്ട്. ഓ മൈ ഗോഡ്, 6 പോയിന്റ് ആണ്. 6 പോയിന്റ്. The winner is ഇത് ഇടയ്ക്കൊക്കെ ടോം ആൻഡ് ജെസ്സി അലിയൻസിൽ വരാറുണ്ടല്ലോ. ഞാൻ പൂ തന്നോ കേട്ടാ? ഞാൻ പൂ തന്നോ? എന്റെ ഒന്നും വെക്കുന്നില്ല മോനെ. ഗോപാല, ഈ ഗെയിമിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? കുറച്ചും കൂടെ സമയം കിട്ടിയത് ഞങ്ങൾ ജയിച്ചത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്ന് കളിച്ചു. ഇപ്പൊ ഫസ്റ്റും സെക്കൻഡും ആയിപ്പോയി, തേർഡും ആയിപ്പോയി, 3. അത് നമുക്ക് വിഷയമാണ്. ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾ നേരത്തെ ഉറപ്പിച്ചു. കരിങ്കണ്ണ ഇവിടെ നിൽക്കുക. ഒരിക്കൽ കൂടി അവന്റെ പടവലങ്ങ വർക്കായിരിക്കുകയാണ്. മുട്ടയും പടവലങ്ങയും തമ്മിലുള്ള ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ. അപ്പൊ വന്നോണം, നിന്നോണം. അപ്പോൾ വിജയകരമായ നമ്മുടെ പെൻസിൽ വിത്ത് ബോട്ടിൽ എന്ന ഗെയിം ജയിച്ചിരിക്കുന്നത് നമ്മുടെ ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ ടീമാണ്. അവർക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അപ്പോൾ എന്താണ്, ഗിഫ്റ്റുകൾ കൂടുമ്പോഴാണല്ലോ വാശി കൂടുന്നത്. അപ്പോൾ അടുത്ത ഗെയിമിൽ നിങ്ങൾക്കും കിട്ടാത്തവർക്കും മേടിക്കാം. ഇത് വാശിയല്ല, ഞങ്ങൾക്ക് അസൂയുണ്ടല്ലോ തന്നല്ലേ? അല്ലല്ല, ഞങ്ങൾക്ക് അസൂയല്ല. കാരണം അവര് ഞങ്ങൾ വിട്ടുകൊടുത്ത ഒരു ടീമല്ലേ, അവർ 2 ടീമാണ്. 5 പേരേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ടീമിന്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് മാസിറ്റോസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഒരാൾക്കും കൂടി ഉണ്ട് മാസിറ്റോസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അതിനാണ് കൊടുക്കേണ്ടത്. കുറുവലിന്റെ 1ാമത്. അടുത്തതായി അല്ലു റിക്സർ നൽകുന്ന ഒരു അല്ല നൽകുന്നത് അമൃതയ്ക്കാണ്. അതുപോലെ ഉദുപ്പാൻസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അന്നാ ചാക്കോയ്ക്കും. അതുപോലെ തന്നെ ഉദുപ്പാൻസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അനീഷ് നമ്മൾ വിട്ടുകൊടുത്തതാ.
അതെ സെക്കൻഡിലൊന്നുമില്ല സെക്കൻഡിന് ഇത് കണ്ടോണ്ട് നിൽക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിലും വാശിയേറിയ ഗെയിമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺ. വന്നോണം നിന്നോണം.